എ.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. മാത്രമല്ല, പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും, നമ്മളെ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം പറയും, ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള UDFന്റെ പോരാട്ടവും UDFന് ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ അപകടത്തിലാവും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട്. CPMനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിലില്ല. അല്ല, ഇരട്ട വോട്ട് ചില വോട്ടുകൾ ഇവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഞങ്ങൾ പറഞ്ഞില്ല, BJP ജില്ലാ പ്രസിഡന്റ് ഇവിടെ വോട്ട് ചേർത്തേക്കുന്ന കാര്യം ഇവിടുത്തെ MP ആണ് വെളിവാക്കി. പിന്നെ ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വോട്ട് ചേർക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം ചേർത്ത വോട്ട് വ്യാജ വോട്ടാണ്. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. 6 മാസം തുടർച്ചയായിട്ട് താമസിച്ചാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ വ്യാജരേഖ ചമച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. BJP ജില്ലാ പ്രസിഡന്റും പാർട്ടി ഓഫീസിൽ കുറെ പേര് വോട്ട് ചേർത്തതും അങ്ങനെ തന്നെയാണ്. അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളാരും ചേർത്തിട്ടില്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൂടെ ചേർത്തേക്കണം. ഞങ്ങൾ ഓരോ ബൂത്തുകളിലെ ഇല്ലാത്ത വോട്ടർമാരുടെ എണ്ണം എടുത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്നായി വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ 5500-ലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. LDFും BJPയും കൂടി ചേർത്ത വോട്ടിന്റെ ഇരട്ടിയിലധികം വോട്ട് ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികളാണ്. അതാത് ബൂത്തുകളിലെ ലിസ്റ്റ് ഞങ്ങൾ എടുപ്പിച്ച് അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കണം. ഉറപ്പായിട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ ഇലക്ഷന്റെ തലേന്ന് തന്നെ ആ ലിസ്റ്റ് തയ്യാറാക്കി ഇലക്ഷന്റെ അന്ന് രാവിലെ മരിച്ചുപോയവരുടെ പേരുകൾ, ഓരോ ബൂത്തിലെയും മരിച്ചുപോയവരുടെ പേരുകൾ, ഒരു കാരണവശാലും ഇവിടെ വരാത്ത ആളുകളുടെ പേരുകൾ, വരില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേരുകൾ, 3 വേറെ മണ്ഡലത്തിൽ വോട്ടും ഇവിടെ വോട്ടുള്ളവരുടെ പേരുകൾ, അത് 3ഉം അടയാളപ്പെടുത്തി ഞങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഞങ്ങളുടെ ബൂത്തിലെ ഏജന്റുമാർ കൊടുക്കും. അത് ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ചെയ്തതാണ്. അത് പാലക്കാടും ഞങ്ങൾ ആവർത്തിക്കും. അല്ല, നിയമപരമായിട്ട് പോകും. എന്നെ പേടിപ്പിക്കാം. നിയമപരമായിട്ട് ഞാൻ അന്വേഷിക്കാതെ ഒരു കാര്യം പറയില്ല. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം 3 മാസം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു വീടുണ്ടായിരുന്നു. അത് വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അവിടെ അദ്ദേഹം താമസിച്ചിട്ടില്ല. അതവിടെ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ വേക്കൻ്റായി, ഈ സീറ്റ് വേക്കൻ്റായി കഴിഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ വന്ന് ഈ പാലക്കാടുകാരനാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചോദിച്ചോ, വില്ലേജ് അതോറിറ്റീസിനോട് ചോദിച്ചോ, താലൂക്കിലെ ഇലക്ഷൻ അതോറിറ്റീസിനോട് ചോദിച്ചോ, ഒരാൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അയാൾ ഇവിടെ സ്ഥിരതാമസക്കാരനാണ്, അത് കൊടുക്കണം. അതിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള 6 മാസമെങ്കിലും തുടർച്ചയായിട്ട് താമസിക്കണം അവിടെ. ഞാൻ അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ച് പറഞ്ഞില്ല, അവര് വിദേശത്താണ്. ഇദ്ദേഹം ഇല്ല, ഇദ്ദേഹം ഇവിടെ ഇല്ലാതെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അല്ല, അതൊക്കെ ആയിക്കോട്ടെ തന്നെ. പക്ഷെ അവിടെ 6 മാസമായിട്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞ എന്തേ പാലക്കാട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നല്ലേ, അല്ലാതെ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കും? ഞാൻ ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അത് അന്വേഷിച്ച് അത് മനസ്സിലാക്കി 100% ബോധ്യം വന്നിട്ടേ പറയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കുന്നില്ല. 9 ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ഞാൻ പിണറായി വിജയനോ ME ഗോവിന്ദനോ EP ജയരാജനോ പ്രധാനപ്പെട്ട CPM നേതാക്കൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. അല്ല, ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതിന് അത് നമുക്ക് ഇവിടെ വേറെ ആളെ ഏർപ്പാടാക്കി തരാം.